ഏവർക്കും ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 പബ്ലിക് ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വളരെ ടഫായിരിക്കും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാം എന്നൊരു ചിന്തയൊന്നും വേണ്ട. തിയറി പോലെയല്ല, വളരെ സിമ്പിളാണ്. മാത്സ് പ്രാക്ടിക്കൽ, പ്രത്യേകിച്ച് ലാബ് 4 ഈസി ആയിട്ട് ഈ ലാബ് 4ലെ 8 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ലാബ് 4ലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ് കണ്ട് ഈ ലാബിലെ എല്ലാ ആക്ടിവിറ്റീസും മനസ്സിലാക്കുക. പബ്ലിക് എക്സാമിനേഷന് 2023-2024 ഈ വർഷങ്ങളിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ്, വാല്യൂസ്, സ്ലൈറ്റ് വേരിയേഷൻസ് ഉൾപ്പെടുത്തി ചോദിക്കാനാണ് സാധ്യത. അതായത് 2023-2024 പബ്ലിക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്താൽ ഈ വർഷത്തെ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ സാധിക്കും. കാരണം അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ വർഷവും ചോദിക്കുക. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന 2023-2024 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ 2024 പബ്ലിക് ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 4 നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആൻസേഴ്സുമാണ് പരിചയപ്പെടുത്തുന്നത്. ആൻസേഴ്സ് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താമെന്നും ഈ ലാബിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നും ഈ ലാബിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നു. സോ ക്വസ്റ്റ്യൻ നമ്പർ 4, ലാബ് 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 1, follow the directions given below and construct a GeoGebra applet. ലാബ് 1ലും ലാബ് 2ലും ചോദിച്ചതുപോലെ ഒരു അപ്ലെറ്റ് കൺസ്ട്രക്ഷൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1. കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട്, പക്ഷെ മാർക്ക് 2 മാർക്കേ ഉള്ളൂ. വലിയ പ്രശ്നമൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യണം. നിങ്ങൾക്കറിയാം, ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യുക, എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതായി മനസ്സിലാക്കാം. ജിയോജിബ്ര വിൻഡോ ഒന്ന് മാക്സിമൈസ് ചെയ്യുക. ദെൻ സ്റ്റാൻഡേർഡ് വ്യൂ ആക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി, Ctrl+M പ്രസ് ചെയ്താൽ സ്റ്റാൻഡേർഡ് വ്യൂ ആയി കിട്ടും. നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലോട്ട് ദ പോയിന്റ് ക്യാപിറ്റൽ O ഈക്വൽ ടു 0,0. അപ്പോൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് ബാറിൽ ക്യാപിറ്റൽ O എന്ന് പറയാം, ക്യാപ്സ് ലോക്ക് ഓൺ ആക്കുക. ദെൻ ക്യാപിറ്റൽ O ഈക്വൽ ടു ബ്രാക്കറ്റ് കൊടുത്തിട്ട് 0,0 എന്റർ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ O എന്ന പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ്, ഡ്രോ യൂണിറ്റ് സർക്കിൾ സെന്റേർഡ് അറ്റ് ദ ഒറിജിൻ O എന്ന് പറയുന്ന ഒറിജിൻ സെന്റർ ആക്കി ഒരു യൂണിറ്റ് സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ. അപ്പൊ സെന്റർ അറിയാം, റേഡിയസ് അറിയാം, സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ നേരെ സർക്കിൾ ടൂളിൽ വരിക. ഇതിൽ ഏത് സെലക്ട് ചെയ്യണം, സെക്കൻഡ് 1 ആണ്. സെന്റർ അറിയാം, റേഡിയസ് അറിയാം, അതാണ് സെലക്ട് ചെയ്യേണ്ടത്. സെന്റർ O ആയിട്ടുള്ളതും റേഡിയസ് 1 ആയിട്ടുള്ളതുമായ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ റേഡിയസ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് റേഡിയസ് 1 എന്ന് കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു യൂണിറ്റ് സർക്കിൾ കിട്ടി. ആ ടൂള് ഇനാക്റ്റീവ് ആക്കാൻ മൂവ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് യൂണിറ്റ് സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണ്, പ്ലോട്ട് ദ പോയിന്റ് ക്യാപിറ്റൽ A ഈക്വൽ ടു 1,0. വീണ്ടും ഇൻപുട്ട് ബാറിൽ ക്യാപിറ്റൽ A എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പോയിന്റ് ഡിഫോൾട്ട് ആയിട്ട് A എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ജസ്റ്റ് ബ്രാക്കറ്റ് കൊടുത്ത് 1,0 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എന്റർ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ A എന്ന് തന്നെ ആ പോയിന്റ് വരും. സോ അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ സ്മോൾ ലെറ്റർ A വിത്ത് മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 2π ആൻഡ് ഇൻക്രിമെന്റ് 0.1. അടുത്തെന്താണ് ചെയ്യേണ്ടത്, ഒരു നമ്പർ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്പർ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ സ്ലൈഡർ ടൂള് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. മിനിമം വാല്യൂ എത്രയാണ്, 0. അത് എഡിറ്റ് ചെയ്ത് 0 ആക്കുക. മിനിമം വാല്യൂ 0. മാക്സിമം വാല്യൂ എന്താണ്, 2π. മാക്സിമം വാല്യൂ 2 എഴുതുക. അടുത്ത് PI എന്ന് ടൈപ്പ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അത് മാറ്റുക, സ്മോൾ ലെറ്റർ PI എന്നാണ് അടിച്ചു കൊടുക്കേണ്ടത്. ക്യാപിറ്റൽ ആണെങ്കിൽ അത് റെഡി ചെയ്യത്തില്ല. അടുത്തതാണ് ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്, 0.1. ഓക്കെ, 0.1 ആണല്ലേ.
0.1 കണ്ടോ 2π കറക്റ്റായിട്ട് അവിടെ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലൈഡർ ടൂളിൽ ചെയ്യേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് ക്യാപിറ്റൽ P ഈക്വൽ ടു റൊട്ടേറ്റ് ക്യാപിറ്റൽ എ കോമ സ്മോൾ ലെറ്റർ എ കോമ ഒ. ഇത് 0 അല്ല, ക്യാപിറ്റൽ O ആണ് കേട്ടോ, അത് തെറ്റാതെ ചെയ്യുക. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? ഈ കമാൻഡും നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത്? ഇൻപുട്ട് ബാറിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ഈ കമാൻഡും നമ്മൾ കൊടുക്കേണ്ടത് ഇൻപുട്ട് ബാറിലാണ് കേട്ടോ. സോ ഇവിടെ ഇൻപുട്ട് ബാറിൽ റൊട്ടേറ്റ് ക്യാപിറ്റൽ P ഈക്വൽ ടു ഇല്ലേ, അപ്പൊ ക്യാപിറ്റൽ P ഈക്വൽ ടു റൊട്ടേറ്റ് ROTA എന്ന് പറയുമ്പോൾ കുറച്ച് സംഗതി വരും. അതിൽ ഒബ്ജക്റ്റ് ആംഗിൾ പോയിന്റ് ഇതാണ് ചൂസ് ചെയ്യേണ്ടത്. ഒബ്ജക്റ്റ് എന്തായിരുന്നു? ക്യാപിറ്റൽ A. ദെൻ ടാബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സെലക്ട് ആയി. ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ലൈഡർ വാല്യൂ ആണ്, അത് സ്മോൾ ലെറ്റർ A കൊടുത്തു. ദെൻ ടാബ് ബട്ടൺ ചെയ്യുമ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? O. ഈ ഓയുമായിട്ടുള്ള ഒരു ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് ഈ ഒരു കമാൻഡ് കൊടുക്കുന്നത്. ക്യാപ്സ് ലോക്ക് കൊടുത്തിട്ട് O. ഓക്കെ, അത് സ്മോൾ ലെറ്റർ ആയി പോയി, ക്യാപിറ്റൽ O ആണ് വേണ്ടത്. ദെൻ എന്റർ കൊടുക്കുമ്പോൾ സർക്കിളിൽ P എന്നൊരു പോയിന്റ് വരും. ആക്ച്വലി ആംഗിൾ AOP കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്ത കമാൻഡാണ്. നമ്മൾ ആംഗിൾ AOP ക്രിയേറ്റ് ചെയ്യാൻ ലാബ് 4 ചെയ്തപ്പോൾ വേറൊരു കമാൻഡാണ് കൊടുത്തത്. അതിനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു കമാൻഡാണ് റൊട്ടേറ്റ് എന്താണ് ക്യാപിറ്റൽ A കോമ സ്മോൾ ലെറ്റർ A കോമ ക്യാപിറ്റൽ O. ഈ കമാൻഡ് കൊടുത്താൽ ആംഗിൾ AOP കിട്ടും. ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഈ സ്മോൾ ലെറ്റർ A ആണ് കേട്ടോ, സ്ലൈഡർ വാല്യൂ ആണ് ആ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ലാബ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുള്ളത് കൊണ്ട് ഈ മെത്തേഡ് ചെയ്താൽ മതി. അടുത്ത് ജോയിൻ O ആൻഡ് P യൂസിങ് ലൈൻ സെഗ്മെന്റ് ടൂൾ. ലൈൻ സെഗ്മെന്റ് ടൂൾ യൂസ് ചെയ്ത് Oയും Pയും ജോയിൻ ചെയ്യിപ്പിക്കുക. ലൈൻ ടൂളിൽ രണ്ടാമതിരിക്കുന്നതാണ് ലൈൻ സെഗ്മെന്റ് എന്നറിയാം. Oയിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ Pയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലൈൻ സെഗ്മെന്റ് OP കിട്ടി. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ AOP എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ A 1 ആണ് കേട്ടോ, അതായത് 1 റേഡിയൻ ആണ്. ഈ ആംഗിൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ P എന്ന് പറയുന്ന പോയിന്റ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഒന്ന് വേണമെങ്കിൽ നോക്കിക്കോ അല്ലേ, കണ്ട P എന്ന പോയിന്റ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതായത് 2.3 ആംഗിൾ AOP എന്ന് പറയുന്നത് എന്താണ്? 2.3 ആണെന്ന് മനസ്സിലാക്കാം. ഈ സ്ലൈഡർ വാല്യൂ ആണ് ഇവിടെയുള്ള ആംഗിൾ ഇൻ ടേംസ് ഓഫ് റേഡിയനിലാണ് അത് തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദ സ്ലൈഡർ A. സ്ലൈഡർ വാല്യൂ ചേഞ്ച് ചെയ്യാൻ ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ടൂൾ ഏറ്റവും ലാസ്റ്റ് ഉണ്ട്, വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്താണ് വേണ്ടത്? സ്ലൈഡർ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ക്യാപ്ഷൻ സ്ലൈഡർ എന്ന് കൊടുത്തു. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ആരാണ് ചേഞ്ച് ചെയ്യേണ്ടത്? സ്ലൈഡർ വാല്യൂ, അതായത് സ്മോൾ ലെറ്റർ A. അപ്പൊ ലിങ്ക് ചെയ്യേണ്ടത് എന്താണ്? സ്മോൾ ലെറ്റർ A ആണ്. ഓക്കെ, ഇത്രയും ആയി കഴിഞ്ഞാൽ അപ്ലെറ്റ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അല്ലെ, കംപ്ലീറ്റ് ആയി കഴിഞ്ഞല്ലോ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റിൽ നിങ്ങൾ ഇതെങ്ങനെ രേഖപ്പെടുത്തും? ക്വസ്റ്റ്യൻ നമ്പർ 4 Q4 ലാബ് 4 ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന ഹെഡിങ് നിർബന്ധമായിട്ടും കൊടുക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിട്ടിട്ട് അപ്ലെറ്റ് ക്രിയേറ്റഡ്. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് നിങ്ങൾ ചെയ്ത അപ്ലെറ്റ് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് കാണിച്ചതിന് ശേഷം മാത്രം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇവിടെ 3 വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു വാല്യൂ ആണ് കാണേണ്ടത്. അത് ടിക്കറ്റ് ഉണ്ടായിരിക്കും, അത് മാത്രം കണ്ടാൽ മതി. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ഫോളോയിങ് വാല്യൂ യൂസിങ് ദിസ് അപ്ലെറ്റ്. ഇപ്പോൾ ചെയ്ത അപ്ലെറ്റ് യൂസ് ചെയ്ത് ടീച്ചറെ കാണിച്ച ഉടനെ അപ്ലെറ്റ് ക്ലോസ് ചെയ്ത് കളയരുത്. കാരണം ആ അപ്ലെറ്റ് യൂസ് ചെയ്താണ് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. We have to find the value of sin 5.2 using this applet. നമുക്കറിയാം ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ ആ യൂണിറ്റ് സർക്കിളിലെ ഈ പോയിന്റ് ക്യാപിറ്റൽ P യുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കോസ് വാല്യൂവും y കോർഡിനേറ്റ് സൈൻ വാല്യൂമാണ്. അത് മാത്രമാണ് ഇതിൽ ഓർത്തിരിക്കേണ്ടത്. യൂണിറ്റ് സർക്കിളിലെ ജനറൽ ആയിട്ട് ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കോസ് വാല്യൂ, y കോർഡിനേറ്റ് സൈൻ വാല്യൂ. അതായത് ഈ ക്യാപിറ്റൽ P യുടെ എക്സ് കോർഡിനേറ്റ് എന്താണെന്ന് അവിടെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെയിം ആൻഡ് വാല്യൂ കൊടുത്താൽ മതി. നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. അപ്പോൾ അതവിടെ നമുക്ക് ഷോ ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആംഗിൾ 2.3 കോസ് 2.3 എന്ന് പറയുന്നത് -0.67. അടുത്ത് ഇതിന്റെ y കോർഡിനേറ്റ് എന്ത് വാല്യൂ ആണ്? സൈൻ വാല്യൂ. അതായത് സൈൻ 2.3 എന്ന് പറയുന്നത് എത്രയാണ്? 0.75.
ഇതാണ് ഇതിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മാത്സ്. ക്യാപിറ്റൽ പിയുടെ എക്സ് കോർഡിനേറ്റ് കോസ് വാല്യൂ, വൈ കോർഡിനേറ്റ് സൈൻ വാല്യൂ. അങ്ങനെയാണെങ്കിൽ സൈൻ 5.2 കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ 5.2 കണ്ടെത്തണമെങ്കിൽ സ്ലൈഡർ വാല്യൂ, അതായത് ആംഗിൾ 5.2ലേക്ക് മാറ്റുക. 5.2 ദെൻ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ ഏത് കോർഡിനേറ്റ് ആണ്? y coordinate is the answer. X coordinate cos value, y coordinate sin value. So sin 5.2 equal to minus 0.88. ശരിയല്ലേ? minus 0.88. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സ്ലൈഡർ വാല്യൂ 5.2 എന്ന് എഴുതി. then y coordinate of p is the answer. അത് നിങ്ങൾ എഴുതുക. അപ്പോൾ sin 5.2. അപ്പോൾ വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ടീച്ചർ ചോദിക്കുക, അപ്പോൾ കോസ് കാണണമെങ്കിൽ ഏതെടുക്കണം? എക്സ് കോർഡിനേറ്റ് എടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അടുത്ത് കാണേണ്ടത് സൈൻ 4.5. സൈൻ 4.5 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം. സൈൻ 4.5 ആണെങ്കിൽ സ്ലൈഡർ വാല്യൂ എന്ത് കൊടുക്കണം? 4.5. ദാറ്റ്സ് ഓൾ. 4.5 കൊടുത്തു, കിട്ടി ആൻസർ. എൻ്റർ കൊടുത്തപ്പോൾ y കോർഡിനേറ്റ് -0.98. -0.98 ആൻസർ ശരിയല്ലേ? -0.98. ഇതേപോലെ 6.2 കാണണമെങ്കിലും ഇതേപോലെ കൊടുത്താൽ മതി. ആൻസർ എന്ത് കിട്ടും? -0.08. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ചിലപ്പോൾ ഈ വർഷം കോസ് ആയിരിക്കും ചോദിക്കുന്നത്. കോസ് ആണെങ്കിൽ എന്ത് എഴുതണം? എക്സ് കോർഡിനേറ്റ് ആണ് ആൻസർ. അടുത്ത് ആൻസർ ഓൺലി 1 ക്വസ്റ്റ്യൻ. അഗൈൻ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ടിക്കറ്റ് ഉണ്ടായിരിക്കും, അത് മാത്രം ആൻസർ ചെയ്താൽ മതി. ഫൈൻഡ് വാല്യൂ ഓഫ് ദ ഫോളോയിങ് വിത്തൗട്ട് എഡിറ്റിംഗ് ദ വാല്യൂ ഓഫ് സ്ലൈഡർ. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ. സൈൻ -4.3 അല്ലെ? ഇപ്പൊ നമ്മൾ സ്ലൈഡർ വാല്യൂവിന്റെ അവിടെ -4.3 വേണമെങ്കിൽ കൊടുത്താൽ ക്യാപിറ്റൽ പിയുടെ എന്താണ്? y കോർഡിനേറ്റ് ആണ് ആൻസർ. പക്ഷെ സ്ലൈഡർ വാല്യൂവിന്റെ മിനിമം വാല്യൂ നമ്മൾ എന്തെന്നാണ് തുടക്കത്തിൽ കൊടുത്തത്? 0. അപ്പൊ അത് എഡിറ്റ് ചെയ്യാതെ ഇതിന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താം? അതിന് ചെറിയൊരു ഫോർമുല അറിയണം. സൈൻ ഓഫ് -x എന്ന് പറയുന്നത് -sin x. അതായത് ഇത് കാണുന്നതിന് വേണ്ടി സൈൻ 4.3 കാണുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു മൈനസ് കൊടുത്താൽ മതി. അപ്പൊ സൈൻ 4.3 കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സൈൻ 4.3 കാണണമെങ്കിൽ സ്ലൈഡർ വാല്യൂ 4.3 എന്ന് ആക്കുക. 4.3 എൻ്റർ ചെയ്തപ്പോൾ വാല്യൂ കിട്ടി. സൈൻ 4.3യുടെ ആൻസർ എന്താണ്? -0.92. അപ്പൊ സൈൻ ഓഫ് -4.3 ആണെങ്കിൽ എന്ത് കിട്ടും? +0.92. ഒരു മൈനസ് കൊടുത്താൽ മതി. കാരണം സൈൻ ഓഫ് -x ഈക്വൽ ടു എന്താണ്? -sin x. അതാണ് അതിന്റെ ഒരു തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? a ഈക്വൽ ടു 4.3 കൊടുത്തു. ദെൻ എന്താണ്? സൈൻ 4.3യുടെ വാല്യൂ കിട്ടും. അതിൽ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. സോ ആൻസർ എന്താണ്? ഇവിടെ എഴുതിയിട്ടുണ്ട്. സൈൻ 4.3 ഇതാണ്. അപ്പൊ സൈൻ -4.3 എന്ന് പറഞ്ഞാൽ -sin +4.3. മൈനസ് +0.92 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ കോസ് ആണെങ്കിൽ കോസ് ഓഫ് -4.3 ആണെങ്കിലോ കോസ് ഓഫ് -x പ്ലസ് കോസ് x തന്നെ. അപ്പൊ കോസ് ഓഫ് -4.3 എന്ന് പറയുന്നതും കോസ് ഓഫ് +4.3 എന്ന് പറയുന്നത് ഒരേ ആൻസർ ആണ്. അത് ചിലപ്പോൾ വൈവയ്ക്ക് ചോദിക്കും. അതുപോലെ ടാൻ ഓഫ് -4.3 ചോദിച്ചാലോ? ടാൻ ഓഫ് -x -tan x. ഇതേപോലെ പ്ലസ് വാല്യൂ ടാൻ 4.3 കണ്ടിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതായിരിക്കും മാറി ചോദിക്കാൻ സാധ്യത. അടുത്തതേപോലെ അടുത്തെന്താണ്? സൈൻ -1.4 എന്ത് ചെയ്യണം? സ്ലൈഡർ വാല്യൂ 1.4 കൊടുക്കുക. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സൈൻ -3.8 അല്ലെ? സ്ലൈഡർ വാല്യൂ 3.8 കൊടുക്കുക. കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യുക? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ആവും. അല്ലെ? നമ്മുടെ സൊല്യൂഷൻ എഴുതേണ്ട രീതി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ടേക്ക് a 3.8 ദെൻ y കോർഡിനേറ്റ് ഓഫ് p എന്ന് പറയുന്നത് സൈൻ 3.8 ആണ്. സോ സൈൻ 3.8 -0.6 ആണ്. അപ്പൊ സൈൻ ഓഫ് -3.8 എന്ന് പറഞ്ഞാൽ മൈനസ് പുറത്ത് വരും. ആ മൈനസ് ഈ മൈനസും കൂടെ പ്ലസ് ആയി 0.61 എന്ന് ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് only one having tick mark. ടിക്ക് മാർക്ക് ഇട്ടുള്ളത് മാത്രം ആൻസർ ചെയ്യുക. ഇവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ടിക്കറ്റ് ഉണ്ടായിരിക്കും, അത് ആൻസർ ചെയ്യണം. വി ഹാവ് ടു ഫൈൻഡ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ സീക്ക് 2.5. എടാ സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/cos x. സീക്ക് എന്ന് പറയുന്നത് എന്താണ്? 1/cos x. ചെറിയ ട്രിഗണോമെട്രി അറിയണം കേട്ടോ. 1/cos. കോസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പിയുടെ ഏതാണ്? എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പൊ സീക്ക് വാല്യൂ കാണാൻ ഇതിൽ ഏത് കമാൻഡ് യൂസ് ചെയ്യണം? സീക്ക് വാല്യൂ കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 1/x കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ പി. ഇത് കണ്ടാൽ മതി. എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ പി കോസ് ആണ്. അപ്പൊ 1/x
കോസ് എന്ന് പറഞ്ഞാൽ സീക്ക് അല്ലേ. അപ്പൊ സീക്ക് 2.5 കാണാൻ സ്ലൈഡർ വാല്യൂ 2.5 ആക്കുക. എന്നിട്ട് ഇൻപുട്ട് ബാറിൽ ഈ കമാൻഡ് അടിച്ചു കൊടുത്താൽ ആൻസർ കിട്ടും. അപ്പൊ നോക്കിക്കോ, എന്താണ് ഇൻപുട്ട് ബാറിൽ ആദ്യം ഇവിടെ സീക്ക് 2.5 അല്ലേ. അപ്പോൾ എന്ത് വാല്യൂ ആണ്? 2.5. അത് അടിച്ചു കൊടുക്കുക, എന്റർ. അടുത്ത സീക്ക് കാണാൻ കൊടുക്കേണ്ട കമാൻഡ് എവിടെ കൊടുക്കണം? ഇവിടെ കൊടുക്കണം. ഇൻപുട്ട് ബാറിൽ 1/ എന്താണ് 1/x of p, സ്മോൾ ലെറ്റർ x, then ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കണം? ക്യാപിറ്റൽ P, സ്മോൾ ലെറ്റർ കൊടുത്തിട്ട് കാര്യമില്ല. എന്റർ കൊടുക്കുമ്പോൾ ഇവിടെ വരുന്ന ആൻസർ വിച്ച് ഈസ് ദ വാല്യൂ ഓഫ് സീക്ക് 2.5. സോ സീക്ക് 2.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1.25. അല്ല, ഇവിടെ വരുന്ന എല്ലാം എഴുതേണ്ടത് ഇവിടെ വരുന്നതാണ്. സോ ഇത് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തും അല്ലെ? ആൻസർ -1.25. സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos of 2.5 എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ P. അത്രയേ ഉള്ളൂ. അപ്പൊ സീക്ക് 2.5 എന്താണ്? -1.25 എന്ന ആൻസറിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. അടുത്ത് അതിന്റെ സെക്കൻഡ് ആണ് ടിക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ tan 4.6. tan എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം? sin/cos, sin θ/cos θ. sin എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ്, cos എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ്. അപ്പൊ ഏത് കമാൻഡ് കൊടുക്കണം? ഈ കമാൻഡ് കൊടുക്കണം, y of p/x of p. അപ്പൊ tan 4.6 കാണണമെങ്കിൽ സ്ലൈഡർ വാല്യൂ ആദ്യം എന്ത് ചേഞ്ച് ചെയ്യണം? 4.6 മാറ്റുക. സ്ലൈഡർ വാല്യൂ 4.6 മാറ്റുക. എന്റർ കൊടുത്തു. ദെൻ എന്താണ്? tan അല്ലേ കാണണ്ടേ? tan എന്ന് പറഞ്ഞാൽ എന്താണ്? y of p, y കോർഡിനേറ്റ് ആണ് sin, സ്മോൾ ലെറ്റർ y, ക്യാപിറ്റൽ നമുക്ക് ശ്രദ്ധിക്കുക കേട്ടോ, സ്മോൾ ലെറ്റർ y, ദെൻ ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ P, y of p, ദെൻ സ്ലാഷ് എന്താണ്? സ്ലാഷ് ഡിവൈഡഡ് ബൈ x of p, സ്മോൾ ലെറ്റർ x, ദെൻ ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ P അല്ലേ. എന്റർ കൊടുക്കുമ്പോൾ ഇവിടെ വരുന്നതാണ് ആൻസർ 8.86. അതായത് tan 4.6 എന്ന് പറയുന്നത് എന്താണ്? 8.86. ശരിയാണോ? 8.86. അടുത്ത കൊസീക്ക് കാണണമെങ്കിൽ കൊസീക്ക് പറഞ്ഞാൽ 1/sin, 1/ എന്ത് കൊടുക്കുക? y കോർഡിനേറ്റ് ഓഫ് p. അപ്പൊ സ്ലൈഡർ വാല്യൂ 5.8 എന്ന് കൊടുക്കുക. അടുത്ത ഇൻപുട്ട് ബാറിൽ 1/y of p എന്ന് കൊടുക്കുമ്പോൾ ഓൾജിബ്രൈക് വ്യൂയിൽ കൊസീക്ക് 5.8ന്റെ വാല്യൂ എന്തെന്ന് കാണാം? -2.15 എന്ന് കാണാം. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫോർമുല അറിയാമെങ്കിൽ ഈ ലാബിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ലാബിൽ നിന്ന് ചോദിക്കുന്നത്. ഈസി ആയിട്ട് അറിയേണ്ടത് യൂണിറ്റ് സർക്കിളിലെ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കോസ് വാല്യൂ നൽകുന്നു, y കോർഡിനേറ്റ് സൈൻ വാല്യൂ നൽകുന്നു. പിന്നെ കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin, സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos, tan എന്ന് പറഞ്ഞാൽ sin/cos. ഇത്രയും അറിഞ്ഞാൽ കഥ കഴിഞ്ഞു. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഈ ലാബിലെ 8 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു ലാബിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.